ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പൊതുവെ നല്ല ഇസ്ലാം മതവിശ്വാസികളായ ആളുകൾക്ക് ഒരിക്കലും എന്നെ അംഗീകരിക്കാൻ കഴിയില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരുടെ ആ എതിർപ്പും അനിഷ്ടവും വിമർശനങ്ങളും ഒക്കെ ഉൾക്കൊള്ളാൻ എനിക്ക് കഴിയും. ഞാനും ഈ മതത്തിന്റെ ആള് തന്നെയായിരുന്നു. ആ സമയത്ത് ഞാൻ വിശ്വസിക്കുന്ന മതത്തെ ആരെങ്കിലും പറഞ്ഞാൽ ഏത് രൂപത്തിലാണോ വൈകാരികമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഞാൻ എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ വൈകാരികതകൾ എന്തായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ചും മതമാണ്. അതുകൊണ്ട് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും, എൻ്റെ ഏതെങ്കിലും ഒരു പോസ്റ്റോ ഒരു വീഡിയോയോ ഒരു ഫോട്ടോയോ ഇതിൻ്റെയൊക്കെ താഴെ വന്നിട്ട് കിളവി, അമ്മുമ്മേ എന്നൊക്കെ വിളിക്കുന്ന രൂപത്തിലുള്ള കമൻസ്. ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ അതുപോലെ യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിലും ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. നമ്മൾ എല്ലാവരുടെയും ജീവിതമാണ് ഞാൻ എഴുതിയത്, പക്ഷെ അത് ഉൾക്കൊള്ളാൻ തലയ്ക്കകത്ത് ആള് താമസവും കൂടി വേണം. ലിംഗം കൊണ്ടും യോനി കൊണ്ടും ചിന്തിച്ചാൽ അത് പിടികിട്ടത്തില്ല. നമ്മൾ ബാല്യത്തില് മാതാപിതാക്കളുടെ സ്നേഹത്തിനു വേണ്ടി ജീവിക്കുന്നു. അത് കഴിഞ്ഞ് കുറച്ച് എത്തിക്കഴിയുമ്പോൾ വീണ്ടും മാതാപിതാക്കളുടെ ഇഷ്ടത്തിനും താല്പര്യത്തിനും വേണ്ടി തന്നെ കൗമാരത്തിന് നമ്മൾ തലകുനിക്കേണ്ടി വരും. പിന്നീട് മക്കൾക്ക് വേണ്ടിയായി, ഭർത്താവിന് വേണ്ടിയായി, കുടുംബക്കാർക്ക് വേണ്ടിയായി, ഒടുവില് യൗവനം കഴിയുമ്പോൾ നമുക്ക് വേണ്ടി ജീവിക്കാൻ സമയം നഷ്ടപ്പെടും. അങ്ങനെയാണ് ആ പോസ്റ്റ്. എല്ലാ മനുഷ്യന്റെയും ജീവിതത്തിൽ ഏതാണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം ത്യജിക്കുന്ന, അതിലൊരു സന്തോഷം കണ്ടെത്തുന്ന അനേക ലക്ഷം ജനങ്ങളുടെ അനുഭവമാണ് ഞാൻ എഴുതിയത്. ഇപ്പൊ മരുഭൂമിയിലൊക്കെ പോയി കിടന്ന് അധ്വാനിക്കുന്നത് ഒരു ചാൺ വയറിന് വേണ്ടിയല്ല. യുദ്ധഭൂമിയിൽ തോക്കുധാരികളായി മഴയെന്നും വെയിലെന്നും ഇല്ലാതെ അതിർത്തി കാക്കുന്നത് ഒരു ചാൺ വയറിന് വേണ്ടി അല്ല. ആർക്കൊക്കെയോ വേണ്ടി, കുടുംബക്കാർക്ക് വേണ്ടി ത്യാഗമാണ്, ത്യജിക്കുവാണ് അവരുടെ ജീവിതം. അതിന്റെ താഴെ ഒരു മുസ്ലിം പെൺകുട്ടി, നൗഫിയാന്നോ മറ്റോ ആണ്, വന്ന് കമന്റ്. അതിനെ നീ യൗവനത്തിലല്ലോ കിളവി, എനിക്ക് മനസ്സിലാകും അത്. അതായത് ഇവർക്ക് ഞാൻ യൗവനമോ കൗമാരമോ വാർദ്ധക്യമോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. എന്നോടുള്ള എതിർപ്പ് പ്രകടിപ്പിക്കാൻ, എന്നെ രണ്ട് ചീത്ത പറയുമ്പോൾ, തള്ളയ്ക്ക് വിളിക്കുമ്പോൾ ആ അമർഷം ഒന്ന് ഇവർക്ക് ഇറക്കി വെക്കണം. അത്രേ ഉള്ളൂ. അതിനെ ഞാനും ആ രൂപത്തിൽ തന്നെ അതിനെ ഉൾക്കൊള്ളുന്നുള്ളൂ. ഞാൻ അതിനെ ലവ് അടിക്കുകയും ചെയ്തു ആ കമന്റിന്. ഇവിടെ വാർദ്ധക്യം അത്രമാത്രം മോശമായ ഒരു സ്റ്റേജ് ആണോ? ഈ കിളവി എന്ന് വിളിക്കുന്നവരുടെ വീട്ടിൽ കിളവികളില്ലേ, അവരെയൊക്കെ എടുത്ത് കിണറ്റിലിടുവോ? അതോ അവരെയൊക്കെ ചെമ്പിനകത്ത് വെച്ച് പുഴുങ്ങി കൊല്ലുവോ? അതോ ജീവനോടെ കുഴി കുത്തിയിടുമോ? അപ്പൊ ഇവർക്ക് അത്രയ്ക്കുള്ള ഒരു ബുദ്ധിയേ ഉള്ളൂ. ഞാൻ അത്രയും മനസ്സിലാക്കുന്നുള്ളൂ. ഇവരുടെ മാതാപിതാക്കൾ വയസ്സായാലും എന്ത് ചെയ്യും? കഴുത്ത് ഞെരിച്ച് കൊന്നുകളയുമോ? അതോ മറ്റേ ബോക്സിംഗ് താരം തന്തേ ചെയ്തതുപോലെ നെഞ്ചിൽ ചവിട്ടിയും ഇടിച്ചും ബോക്സിംഗ് രൂപത്തിൽ കൊല്ലുവോ? വാർദ്ധക്യം അത്രമാത്രം മോശമായ ഒരു സ്റ്റേജ് അല്ല. എല്ലാ പച്ച ഇലകളും പഴുക്കും. അങ്ങനെ അങ്ങ് ചിന്തിക്കാൻ നമുക്ക് വേറെ ഒരു മൈൻഡ് വേണം കേട്ടോ. എല്ലാവരും അതുപോലെയല്ല. ഇരിക്കട്ടെ, പറഞ്ഞു വരുന്നത് അതൊന്നുമല്ല. എന്നൊരു പോസ്റ്റ് കണ്ടു, മുഖത്ത് ചായം തേക്കാൻ നല്ല ഒരു മേക്കപ്പ് മാനും, അതുപോലെ ചുറ്റിനും ഒരുപാട് അംഗരക്ഷകരും, കോടിക്കണക്കിന് വിലമതിക്കാനാകാത്ത സമ്പത്തും സേവകരും, ജീവിതം വിശാലമായ സ്റ്റേജിൽ കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങളും ഉണ്ടെങ്കിൽ 74 വയസ്സിലും 84 വയസ്സിലും വാർദ്ധക്യത്തെ മറികടക്കാൻ കഴിയും. അതായത് ലക്ഷങ്ങൾ മുടക്കി അവരുടെ യൗവനം നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുന്നു. ശരീരത്തിലെ, അതുപോലെ കഴുത്തിലെ, ചെവിയിലെ ചുളിവുകൾ മായ്ക്കാൻ കഴിയുന്നു, അത് മുറുക്കി കെട്ടാൻ കഴിയുന്നു. ഇന്ന് മേക്കപ്പ് ഒക്കെ ഒരുപാട് പുരോഗമിച്ച കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഏത് കളറാണ് നമ്മുടെ സ്കിന്നിന് വേണ്ടത്? തലമുടിയില്ലാത്തവർക്ക് തലമുടി വെക്കാം. കണ്ണ് കാണുന്നില്ലേ, ലെൻസ് വെക്കാം. നമ്മൾ കാണുന്നില്ലേ ഫോറിൻ കൺട്രീസിലൊക്കെ വളരെ വൃദ്ധരായിട്ടുള്ള കിളവികൾ ചെറിയ കുട്ടികളെ പോലെയുള്ള മുഖമൂടികളൊക്കെ ധരിച്ച് പുറത്തു പോകുന്നു. എത്ര വയറുള്ള ആളും അത് ഒളിപ്പിച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. ഏത് ജരാനരകളെയും ഒളിപ്പിച്ചു വെക്കാം. പക്ഷേ നമ്മുടെ ഉള്ളിലുണ്ടൊരു ജരാനര,
അതിനെ അത്ര പെട്ടെന്നൊന്നും ഒളിപ്പിക്കാൻ പറ്റില്ല. ചില സന്ദർഭങ്ങളിലെങ്കിലും അത് പുറത്തു ചാടും. ഒരു മേക്കപ്പും ഇല്ലാതെ തലങ്ങും വിലങ്ങും സഞ്ചരിക്കുന്ന 72കാരനായ പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ആകാരം പിന്നോട്ട് പോകുന്ന ഒരു ഇക്ക ഉണ്ടയും പുഴുവും ഒക്കെ തന്നെയാണല്ലോ നമ്മുടെ നാട്ടിലെ ചിന്താവിഷയം. ശരി, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തണലിൽ വളർന്ന് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ആ വലിയ പ്രസ്ഥാനത്തിനെ എതിർക്കുക എന്ന് പറഞ്ഞാൽ, ആ പ്രസ്ഥാനത്തിന്റെ ഉള്ളിലുള്ള തീവ്രതയെ വിമർശിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കഴിയില്ല. പുറമേക്ക് മതത്തിന്റെ ആളല്ല എന്ന് പറയുകയും എന്നാൽ നമസ്കാരത്തിന് മുൻപന്തിയിൽ നിൽക്കുകയും ചെയ്യുന്ന ഫോട്ടോ പത്രത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആ മഹാപ്രസ്ഥാനത്തെ നിങ്ങൾ തലയിൽ കൊണ്ടു നടന്നു. പക്ഷെ അഭിനയം എന്ന രൂപത്തിൽ എനിക്കിഷ്ടമാണ്. അല്ലാതെ ഇത്തരം വർഗീയതകളെ ഒന്നും വെച്ച് പ്രോത്സാഹിപ്പിക്കാൻ തൽക്കാലം താല്പര്യമില്ല. ഇപ്പോ സിനിമാ ലോകത്തെ മുടിചൂടാ മന്നനായി ഏതാണ്ട് 1/2 നൂറ്റാണ്ട് കാലത്തോളം മലയാള സിനിമാ ലോകം അടക്കി വാണ ഒരു പ്രസ്ഥാനത്തെ വിമർശിക്കാൻ ഭയമുണ്ടാകും, വിഷമമുണ്ടാകും. മലയാളികൾ ഇതുവരെ മനസ്സുകൊണ്ട് പോലും തള്ളിപ്പറഞ്ഞിട്ടില്ലാത്ത ഒരു മഹാനടനാണ് ഇന്ന് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ നമ്മുടെ സൈബർ ഇടങ്ങളിൽ നടക്കുന്ന സൈബർ ആക്രമണങ്ങൾ ഒരു പക്ഷേ എല്ലാവർക്കും സഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. നമുക്കറിയാം, സൈബർ ആക്രമണങ്ങൾ തീക്ഷ്ണതയേറുമ്പോൾ ഒരുപാട് ആത്മഹത്യകൾ പോലും സംഭവിച്ചിട്ടുള്ള നാടാണിത്. എല്ലാവർക്കും അതിനെയൊന്നും പ്രതിരോധിക്കാൻ കഴിഞ്ഞെന്നു വരില്ല. ഇന്നലെ ഒരു പത്രസമ്മേളനം നടന്നു. അദ്ദേഹത്തിന്റെ ശരീരഭാഷ എത്രമാത്രം ദുർബലമായിരുന്നു എന്ന് ആലോചിച്ചാൽ മതി. അത് മറയ്ക്കാൻ വേണ്ടി അനവസരത്തിലുള്ള ചില കോമഡികള്, ചില ഡയലോഗുകള്, ഇത് സിനിമയല്ല എന്ന് ഒരുപക്ഷെ കക്ഷി മറന്നുപോയിട്ടുണ്ടാകണം. അശോകമരത്തെയും ആലിനെയും ഒക്കെ ആരെങ്കിലും വടവൃക്ഷമായി കണക്കാക്കുമോ എന്ന് പറഞ്ഞ ആൽമരത്തെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. ഇടത്തോട്ട് മുണ്ടുടുക്കുന്നു എന്ന് പറയുന്നു. ശരി, ഓരോരുത്തർക്കും അവനവന്റേതായിട്ടുള്ള മതവിശ്വാസം പ്രാധാന്യമർഹിക്കുന്നത് തന്നെയാണ്. ഇടത്തോട്ട് മുണ്ടുടുക്കുന്നോ വലത്തോട്ട് മുണ്ടുടുക്കുന്നോ അവരെന്ത് ധരിക്കുന്നു എന്നുള്ളതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ പ്രശ്നമല്ല. സ്വന്തം മതത്തിലെ ആചാരങ്ങള് ഏതൊരാൾക്കും പാലിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ മറ്റു മതങ്ങളിലെ ഏതോ കാലത്തുണ്ടായിരുന്ന 8 അടി മാറി നിൽക്കാൻ പറഞ്ഞിരുന്ന ഇന്നത്തെ ആഗോള ഫെമിനിസത്തിന്റെ മൂർധന്യമായി കണക്കാക്കുന്ന ഒരു ന്യൂഡിസ്റ്റ് സൊസൈറ്റി, പണ്ടേ പാലിച്ചിരുന്ന മാറുമറക്കാത്ത ഭാരതീയ സ്ത്രീ ആരാലും ആക്രമിക്കപ്പെടാതെ ജീവിച്ചു പോകും. ഇപ്പോൾ 4 വയസ്സായ പെൺകുട്ടികളെ പോലും വെറുതെ വിടാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കറിയാം, ഒരു 5 വയസ്സുകാരിയെ ഇക്കഴിഞ്ഞ ദിവസം ഏതാണ്ട് 2 മാസമൊക്കെ ആകത്തേ ഉള്ളൂ, അങ്കമാലിയില് കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ചു കൊന്ന് ചാക്കിലാക്കിയതൊക്കെ നമ്മൾ വായിക്കുന്നു. ഒരുപാട് സിനിമകൾ പിറന്നു, സ്വന്തം ചെലവിലും അതുപോലെ തിരക്കഥകൾ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് തിരുത്തിയും അലിയെ അയ്യരാക്കിയ സിനിമകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇന്നും മതത്തിലെ തന്നെ മുടിചൂടാ മന്നനായി നിൽക്കുന്നു. അടിമക്കച്ചവടം, സുന്നത്ത്, പിന്നെ പെൺകുട്ടികളിലെ സിർക്കംസിഷൻ, FGM, ചോരയൊഴുകുന്ന കത്തിക്കുത്ത്, റാത്തീബ് പോട്ടെ, അങ്ങനെ ശവക്കല്ലറകൾ തോറും മനുഷ്യൻ കയറി ഇറങ്ങി പ്രാർത്ഥിക്കുന്നു, പുഷ്പാർച്ചന നടത്തുന്നു, ചന്ദനത്തിരി കത്തിക്കുന്നു, എണ്ണയൊഴിക്കുന്നു. ശരി, ഒരുപാട് അനാചാരങ്ങൾ സംഭവിക്കുന്നു, ആൾ ദൈവങ്ങൾ ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. മുസ്ലിം സ്ത്രീകൾ ജോലിക്ക് പോലും പോകരുത് എന്ന് പറഞ്ഞത് പുതിയ ഉപദേശം പുറത്തു വന്നിട്ടുണ്ട്. ഈ മുസ്ലിം സമുദായത്തിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു അനാചാരങ്ങൾക്കെതിരെ ഒന്ന് ശബ്ദിക്കാൻ പോലും ധൈര്യമില്ലാത്ത 1400 കൊല്ലങ്ങളായി സംഘടനകളായി, 100 കണക്കിന് സംഘടനകളായി, വിഭാഗങ്ങളായി പിരിഞ്ഞു നോക്കുമ്പോൾ ലോകമെമ്പാടും ദിനം പ്രതി നടത്തുന്ന 1000 കണക്കിന് കൊല്ലപ്പെടുന്ന ചാവേറാക്രമണങ്ങൾ, പീഡനങ്ങൾ, കൈവെട്ടുകൾ, തലവെട്ടുകൾ, ബലാത്സംഗങ്ങൾ, ഇതൊന്നും കാണാതെ പോകാനുള്ള ഒരു മനസ്സുണ്ടല്ലോ.
ഇപ്പോ സാരമില്ല, ഒരു പക്ഷെ അതൊന്നും എതിർക്കാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരിക്കില്ല. തന്റെ മുസ്ലിം സമുദായമാണ്, അവർ സ്വയം നന്നാകുന്നെങ്കിൽ നന്നാകട്ടെ, എനിക്കത് പറയാൻ താല്പര്യമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കത് അംഗീകരിച്ചേ മതിയാവും. ഒരു പക്ഷേ സോഷ്യൽ മീഡിയയിൽ പല വിഷയങ്ങളിലും പ്രതികരിക്കുന്ന ആളെ പോലെ എനിക്ക് അങ്ങനെ പ്രതികരിക്കാൻ താല്പര്യമില്ല. എന്റെ മതത്തിലുള്ള കാര്യങ്ങൾ ഞാൻ അംഗീകരിക്കുന്നു അംഗീകരിക്കുന്നില്ലേ എന്നത് രണ്ടാമത് എനിക്ക് താല്പര്യമില്ല. ശരി, നമ്മൾ ആരും ഒരിക്കലും മമ്മൂട്ടി അത്തരം വിഷയങ്ങളെ എതിർത്തോ അനുകൂലിച്ചോ നമ്മൾ ആരും ഇതുവരെ അദ്ദേഹത്തെ ഒരു മുസ്ലിമായി കണ്ടിട്ടില്ല. അദ്ദേഹത്തിൽ ഇസ്ലാം തുള്ളിത്തുടിക്കുന്നതായിട്ട് നമുക്ക് ആർക്കും തോന്നിയിട്ടില്ല. ഒരു പക്ഷേ പെരുന്നാൾ ദിവസം പോയി നമസ്കരിക്കും, ആ ഫോട്ടോ പത്രത്തിൽ വരും. ഓക്കെ, സ്വന്തം വിശ്വാസത്തിന്റെ ഭാഗമായി രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ രാമനാമം ജപിക്കാൻ പറഞ്ഞ ചിത്രയെ വളഞ്ഞിട്ടക്രമിക്കുകയായിരുന്നു ഈ കൊച്ചു കേരളക്കര. എന്തേ ആരും എതിർക്കാൻ വരാത്തത്? ചിത്രയ്ക്ക് ഐക്യദാർഢ്യവുമായി എത്ര പേര് വന്നത് നമുക്കറിയാം. പക്ഷേ മമ്മൂട്ടിയുടെ വിഷയം പറഞ്ഞപ്പോൾ എല്ലാ മുസ്ലിങ്ങളും ഒരുമിച്ച് നിന്നു. ഇപ്പൊ മനസ്സിലായില്ലേ? സ്വാഭിമാനിയായ ഹിന്ദുവാണ് ഞാനെന്ന് ഉറക്കെ പറയുന്ന ഉണ്ണിമുകുന്ദന്റെ സിനിമകൾ ഒന്നൊന്നായി ഡീഗ്രേഡ് ചെയ്ത് പൊട്ടിക്കുന്ന നല്ലവരായ മനുഷ്യരുള്ള ഈ നാട്ടിൽ ആലോചിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ മതമാകാം, പക്ഷെ മറ്റൊരാൾക്ക് അവരുടെ മതമാകാൻ പാടില്ല എന്ന് പറയുന്നതിലെ ഒരു അനൗചിത്യമാണ് സൂചിപ്പിക്കുന്നത്. ഹിന്ദുവായി പോയി എന്ന കാരണത്താൽ സുരേഷ് ഗോപി എന്ന മനുഷ്യ സ്നേഹിയെ ചാണകമെന്ന് വിളിക്കുകയും അദ്ദേഹം ദാനം നൽകിയ കിരീടം പോയി ചൂഴ്ന്നു നോക്കി അതിലെ ചെമ്പും സ്വർണവും വേർതിരിക്കുന്ന നെറികെട്ട പ്രബുദ്ധരുള്ള നാടാണിത്. സ്വന്തം വിശ്വാസത്തിന്റെ പേരിൽ മോഹൻലാൽ എന്ന മഹാനടനെ വളഞ്ഞിട്ടക്രമിക്കുമ്പോൾ അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ആരെയും നമ്മളാരും കണ്ടില്ല. പുഴു എന്ന സിനിമയുടെ സംവിധായകയുടെ ഭർത്താവ് എന്തോ പറഞ്ഞു എന്ന ഒറ്റ കാരണത്താൽ മമ്മൂട്ടി എന്ന ചോദ്യം ചെയ്യപ്പെടാനാകാത്ത മഹാനടനെതിരെ സൈബർ ആക്രമണം നടത്തുന്നത് മര്യാദകേടാണ് എന്ന് പറയുന്ന ആളുകളോട് ചിലത് പറയാനുണ്ട്. റത്തീനയുടെ ഭർത്താവിന്റെ ആരോപണങ്ങൾക്ക് സത്യസന്ധമായി മറുപടി പറയേണ്ടത് ആരോപിക്കപ്പെടുന്ന ആള് തന്നെയാണ്. അതിനെങ്ങാനും അദ്ദേഹം ഒന്ന് ശ്രമിച്ചാൽ കൈരളി ചെയർമാന്റെ കഴുത്തിൽ തലയുണ്ടായിരിക്കില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതുകൊണ്ട് തന്നെ കൈരളി ചെയർമാൻ അതിന് ശ്രമിക്കില്ല. പതിറ്റാണ്ടുകളായി ഒരു പോറൽ പോലും ഏൽക്കാതെ കൊഴുത്തു വളർന്ന ഈ വടവൃക്ഷത്തിന് അദ്ദേഹത്തിന്റെ ആ പ്രൗഢോജ്വലമായ സ്വീകരണവും അംഗീകാരവും സുഡാപ്പി എന്ന മുദ്ര നിങ്ങൾ വെച്ചു കൊടുത്താലും ഇല്ലെങ്കിലും സംഖ്യകളെ പഴിച്ച് ശിഷ്ടകാലം ജീവിക്കാൻ ഉദ്ദേശിക്കുന്ന അദ്ദേഹത്തിന്റെ ചിന്താഗതികൾക്ക്, അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾക്ക്, അദ്ദേഹത്തിന്റെ സിനിമകൾക്ക്, അദ്ദേഹത്തിന്റെ അഭിനയ കലകൾക്ക് ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ ഈ സൈബർ ആക്രമണങ്ങൾക്ക് സാധിക്കില്ല. നന്ദി.